അധ്യക്ഷൻ ദാമോദരൻ സാറ്, വേദിയിലിരിക്കുന്ന മറ്റു വിശിഷ്ട വ്യക്തികൾ, സദസ്സിലെ സഹൃദയരെ, സുഹൃത്തുക്കളെ, നമ്മുടെ പുസ്തക പ്രകാശനം ബിനോയ് വിശ്വം എത്തിയ ഉടൻ തന്നെ നടക്കുന്നതാണ്. അതിനു മുമ്പ് വക്കം അബ്ദുൽ ഖാദർ ഹെറിറ്റേജ് കളക്ഷൻ ആ മേൽവിലാസത്തിൽ തൂലികാ ചിത്രങ്ങൾ പുനഃപ്രസിദ്ധീകരിക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ രണ്ട് വാക്കുകൾ സംസാരിക്കുവാനാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഇവിടെ നേരത്തെ സ്വാഗത പ്രസംഗക സൂചിപ്പിച്ചതുപോലെ വക്കം അബ്ദുൽ ഖാദർ എന്ന പ്രതിഭാശാലിയായ സാഹിത്യകാരൻ്റെ പഠന മേഖലകളും സംഭാവനകളും അതിവിപുലമാണ്. അതിനെക്കുറിച്ചൊക്കെ ആധികാരികമായി സംസാരിക്കുവാൻ പ്രാപ്തിയുള്ളവർ ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ സംബന്ധിച്ച് പറയുമ്പോൾ നമ്മൾ വിസ്മയിപ്പിക്കുന്ന ഒരു കാര്യം, അക്കാഡമിക് അല്ലാത്ത നിലയിൽ അക്കാഡമിക് ആയിട്ടുള്ള, ഒരുപക്ഷെ അക്കാഡമിക് സ്ഥാപനങ്ങൾ തന്നെ ചെയ്യുന്ന വിപുലമായ ഒരു പ്രവർത്തനമാണ് അദ്ദേഹം സാഹിത്യ രംഗത്ത് നടത്തിയിട്ടുള്ളത് എന്ന് കാണാൻ കഴിയും. 30-30ഓളം കൃതികൾ അദ്ദേഹം നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട്. അതിൽ വിവർത്തനങ്ങളുണ്ട്, സ്വതന്ത്ര കൃതികളുണ്ട്. അതിനേക്കാളൊക്കെ ഉപരി സാഹിത്യ പഠനങ്ങളും തത്വചിന്താപരമായ പഠനങ്ങളും പ്രതിഭാശാലികളെ സംബന്ധിക്കുന്ന രചനകളും ഒക്കെ ഉള്ളതാണ്. വക്കം അബ്ദുൽ ഖാദറിൻ്റെ ചില പുസ്തകങ്ങൾ സർവകലാശാല തലത്തിലും ബിരുദാനന്തര പഠന ക്ലാസ്സുകളിലേക്കുമൊക്കെ പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ള ഒരു കാലമുണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹത്തെ വായിക്കുകയും അറിയുകയും പഠിക്കുകയും ചെയ്തിട്ടുള്ളവർ കേരളത്തിൻ്റെ പഴയ തലമുറയിൽ ഏറെ പേരുണ്ടായിരുന്നു. അത്ര വിപുലമായ സാഹിത്യ സംഭാവനകൾ ചെയ്തുകൊണ്ട് നമ്മളെ മലയാള സാഹിത്യത്തെ സമ്പന്നമാക്കിയ ഒരു സാഹിത്യകാരനെ കുറിച്ച്, അദ്ദേഹത്തിൻ്റെ പ്രവർത്തന രംഗങ്ങളെക്കുറിച്ച് നമ്മുടെ പുതിയ തലമുറയ്ക്ക് ഒന്നും അറിയില്ല. എന്ന് മാത്രമല്ല, നമ്മുടെ മലയാള സാഹിത്യത്തിൻ്റെ ചരിത്രത്തിലേക്ക് നോക്കുമ്പോൾ ഈ വക്കം അബ്ദുൽ ഖാദറിനെ പോലെ അക്കാഡമിക്കുകളല്ലാതെ, അല്ലെങ്കിൽ വളരെ ഉയർന്ന സർവകലാശാല ബിരുദങ്ങളൊന്നും എടുക്കാതെ മലയാളത്തെ സേവിച്ചിട്ടുള്ള നിരവധി സാഹിത്യകാരന്മാരുണ്ട്. പൂഞ്ഞിക്കര വാഫി, അതുപോലെ തന്നെ ബിരുദം മാത്രം നേടിയിട്ടുള്ള പി.കെ. ബാലകൃഷ്ണൻ, ജി.എൻ. പിള്ള, സി.ജെ. തോമസ്, ഈ നിരയിൽ വലിയ എഴുത്തുകാരുടെ നിര നമുക്കുണ്ട്. എന്നാൽ ഇദ്ദേഹം നമ്മുടെ വിശിഷ്ടാതിഥി എത്തിയിട്ടുണ്ട്. ഓക്കെ. അപ്പൊ അദ്ദേഹത്തിന്റെ ആ വിപുലമായ സാഹിത്യ പ്രവർത്തനങ്ങൾ, അതിനെ അപഗ്രഥിച്ചുകൊണ്ടൊക്കെ സംസാരിക്കുവാൻ ഏറെയുണ്ട്. ഞങ്ങൾ ഈ തുടക്കമിട്ടിരിക്കുന്നത് വക്കം അബ്ദുൽ ഖാദറിന്റെ അമൂല്യങ്ങളായ ഗ്രന്ഥങ്ങൾ നമ്മുടെ പുതിയ തലമുറയ്ക്ക് വീണ്ടും പരിചയപ്പെടുത്തുക. അതിനുവേണ്ടി എന്ത് ബുദ്ധിമുട്ടുകൾ സഹിച്ചിട്ടാണെങ്കിലും ശരി, അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങൾ വളരെ നല്ല ഫോർമാറ്റിൽ പുനഃപ്രസിദ്ധീകരിക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. അതിനാണ് വക്കം അബ്ദുൽ ഖാദർ ഹെറിറ്റേജ് കളക്ഷൻ എന്നൊരു മേൽവിലാസം തന്നെ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അതിൻ്റെ ആദ്യപടിയായിട്ട് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രശസ്തമെന്ന് പറയാവുന്ന തൂലികാ ചിത്രങ്ങൾ, അതേ ഗണത്തിൽപ്പെട്ടതന്നെ ചിത്രദർശിനി, ചിത്രമണ്ഡപം എന്നീ 3 പുസ്തകങ്ങൾ കൂടി ചേർത്ത് ഒറ്റ പുസ്തകമാക്കി തൂലികാ ചിത്രങ്ങൾ ഇപ്പോൾ ഇവിടെ പ്രസിദ്ധീകരിക്കുന്നത്. ഈ പുസ്തക പ്രകാശനത്തിൻ്റെ ഒരു പ്രത്യേകത, പ്രസിദ്ധീകരിച്ച പുസ്തകം പിന്നീട് ഈ 3ഉം കൂടി ഒറ്റവാല്യമായി സമാഹരിച്ചതിന് ശേഷം പിന്നെയും പ്രകാശനം ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അതുപോലെ തന്നെ നമ്മൾ പറയേണ്ട ഒരു കാര്യം, ഈ വക്കം അബ്ദുൽ ഖാദർ ഹെറിറ്റേജ് കളക്ഷൻ എന്ന ഈ യുണീക്കായിട്ടുള്ള ഈ ഒരു പ്രസ്ഥാനത്തിൻ്റെ ഉദ്ഘാടനം കൂടി ഇവിടെ നിർവഹിക്കപ്പെടുകയാണ്. ഞങ്ങൾക്ക് സഹൃദയരായ നിങ്ങളോട് പറയാനുള്ള ഒരു പ്രധാന കാര്യം, ഇദ്ദേഹത്തിൻ്റെ ഈ അമൂല്യങ്ങളായ ഗ്രന്ഥങ്ങൾ ഇങ്ങനെ പുനഃപ്രകാശിപ്പിക്കുമ്പോൾ നിങ്ങളുടെ ഏവരുടെയും പങ്കാളിത്തവും സഹകരണവും ഒപ്പം ഉണ്ടാകണം എന്നാണ്.
അതിൽ കച്ചവടം മാത്രമല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഒരു പുസ്തകം ഇറക്കിയാൽ അതിന് കുറേ ചെലവുണ്ട്. ആ ചെലവ് നമ്മൾ അതിന്റെ വിൽപ്പനയിലൂടെയാണ് നമ്മൾ പരിഹരിക്കുന്നത് എന്ന് എല്ലാവർക്കും അറിയാം. എന്നാലും അതിനേക്കാളൊക്കെ ഉപരി ബൗദ്ധികമായ പഠനങ്ങളും മറ്റും നടത്തുന്ന വ്യക്തികളെന്ന നിലയ്ക്ക് നിങ്ങളുടെ ഓരോരുത്തരുടെയും പങ്കാളിത്തവും സഹകരണമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അത് ഈ ദൗത്യത്തിൽ അതിൻ്റെ അവസാനം വരെ ഞങ്ങളോടൊപ്പം നിങ്ങളെല്ലാവരും ഉണ്ടാകും എന്ന പ്രതീക്ഷയാണ് ഞങ്ങളെ ഊർജമായി ഞങ്ങളുടെ പിന്നിലുള്ളത്. അത് നിങ്ങളുടെ ഓരോരുത്തരുടെയും സഹകരണവും പങ്കാളിത്തവും നമ്മൾ പ്രതീക്ഷിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങളുടെ പേര് തന്നെ ആരെയും ആകർഷിക്കുന്ന തരത്തിൽ, ഏതൊരു ദുഷ്ണശാലിയായ വായനക്കാരനെയും എഴുത്തുകാരനെയും ആകർഷിക്കുന്ന തരത്തിൽ മനോഹരങ്ങളാണ്. വിചാരവേദി എന്ന് പറയുന്ന ഗ്രന്ഥം അന്ന് പബ്ലിഷ് ചെയ്യുമ്പോൾ അതിന് പ്രത്യേകമായിട്ട് ഇൻഡെക്സ് കൊടുത്തിരുന്നു. 1950-ലോ 51-ലോ മറ്റാണ് അത് പബ്ലിഷ് ചെയ്യുന്നത്. അതിന് ഇൻഡെക്സ് കൊടുത്തിരിക്കുന്നു. മലയാളത്തിൽ അങ്ങനെ ഇൻഡെക്സ് കൊടുത്തുകൊണ്ട് പ്രത്യേകിച്ചും വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ പബ്ലിഷ് ചെയ്യുന്നത് അത്ര വ്യാപകമായ ഒരു സംഭവമല്ല. അന്നത് അദ്ദേഹം അങ്ങനെ ചെയ്തിരിക്കുന്നു. എൻ ഗോപാലപിള്ളയെ പോലെ പ്രശംസിക്കുവാൻ മടി കാണിച്ചിരുന്ന, മറ്റുള്ളവരുടെ ദൈക്ഷണികമായ സാഹിത്യപരമായ പ്രവർത്തനങ്ങളെ പ്രശംസിക്കുവാൻ മടി കാണിച്ചിരുന്ന ഒരു വലിയ പണ്ഡിതൻ പോലും അതിനെ മുക്തകണ്ഠം പ്രശംസിച്ചായിട്ട് നമുക്കറിയാം. അതുപോലെ വിചാരവേദി, പ്രതിഭാശാലികൾ, തേജസ്വികൾ, പിന്നെ പുരോഗതിയും സാഹിത്യകലകളും തുടങ്ങിയുള്ള പുസ്തകങ്ങൾ ഞങ്ങൾ ഇതുപോലെ ഈ വക്കം അബ്ദുൽ ഖാദർ ഹെറിറ്റേജ് കളക്ഷന്റെ ലേബലിൽ പ്രസിദ്ധീകരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വക്കം അബ്ദുൽ ഖാദറിന്റെ സംഭാവനകൾ എടുത്തു പറയേണ്ട ഒരു കാര്യം ജിയും ഭാഷാ കവികളും എന്ന നിസ്തുലമായ ഒരു വിമർശന കൃതിയെ കുറിച്ചാണ്. മഹാകവി ജി ശങ്കരക്കുറുപ്പ് വക്കം അബ്ദുൽ ഖാദറിനേക്കാൾ 5-6 വയസ്സ് മൂത്ത ആളായിരുന്നു. അദ്ദേഹത്തിന്റെ കവിതകളെ സംബന്ധിച്ച് പുസ്തക ദൈർഘ്യമുള്ള ഒരു പഠനം മലയാളത്തിൽ ആദ്യമായി എഴുതുന്നത് വക്കം അബ്ദുൽ ഖാദർ ആയിരുന്നു. അതുൾപ്പെടെയുള്ള ഗ്രന്ഥങ്ങൾ ഈ വക്കം അബ്ദുൽ ഖാദർ ഹെറിറ്റേജ് കളക്ഷൻ പുനഃപ്രസിദ്ധീകരിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു തുടക്കമെന്ന നിലയ്ക്കാണ് നമ്മൾ ഈ ഹെറിറ്റേജ് കളക്ഷനും അതിൻ്റെ കീഴിൽ പുനഃപ്രകാശനം ചെയ്യുന്ന തൂലികാ ചിത്രങ്ങളും ഇന്നിവിടെ പ്രകാശിപ്പിക്കുന്നത്. അതിനായി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എല്ലാവരുടെയും സഹകരണവും പങ്കാളിത്തവും ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഇനി ഞാൻ കൂടുതലായി സംസാരിക്കുന്നില്ല. ഇതിനെക്കുറിച്ച് ആധികാരികമായി സംസാരിക്കുവാനുള്ള പലരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇന്നത്തെ നമ്മുടെ പ്രധാന ചടങ്ങായ ഈ പുസ്തക പ്രകാശനത്തിലേക്ക് നീങ്ങുകയാണ്. അതിനായി ഈ പുസ്തകം പ്രകാശിപ്പിക്കാമെന്ന് സംബന്ധിച്ച് നമ്മളിതുവരെ കാത്തിരുന്ന ബിനോയ് വിശ്വം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെ മറ്റു നിലയിലൊന്നും ഞാൻ പരിചയപ്പെടുത്തുന്നില്ല. ഏതായാലും അദ്ദേഹത്തെ പുസ്തകം പ്രകാശിപ്പിക്കുന്നതിനായി ക്ഷണിക്കുകയാണ്. പുസ്തകം ഏറ്റുവാങ്ങുന്നത് നമ്മുടെ മലയാളത്തിൽ ഇന്ന് തലയെടുപ്പുള്ള സാഹിത്യ നിരൂപകനായ ഡോക്ടർ പി കെ രാജശേഖരനാണ്. ഈ പുസ്തകം പ്രകാശിപ്പിക്കുന്നതിനായി അവരെ ക്ഷണിക്കുന്നു.